ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജൂൺ 1 ഒരു അധ്യയന വർഷത്തിൻ്റെ ആരംഭമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ HSST പരീക്ഷ എഴുതി, HST എഴുതി, ഇനി എഴുതാൻ പോകുന്ന പരീക്ഷ UPST, ചില ആളുകൾക്ക് LPST. അപ്പോൾ UPST പരീക്ഷ അല്ലെ LPST പരീക്ഷ മിക്കവാറും നവംബർ ഡിസംബർ ഈ വർഷം 2026 നവംബർ മാസം അല്ലെങ്കിൽ ഡിസംബർ മാസം എന്തായാലും കോൾ ഫോർ ചെയ്യും. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. നമുക്കറിയാം, അക്കാഡമിക്കായ നിങ്ങളെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നേടിക്കഴിഞ്ഞു. ഈ അക്കാഡമിക് ക്വാളിഫിക്കേഷനും അല്ലെ അക്കാഡമിക് റാങ്കും മത്സര പരീക്ഷയിലുള്ള നിങ്ങളുടെ പെർഫോമൻസും രണ്ട് രൂപത്തിലാണ്. മത്സര പരീക്ഷയുടെ രീതിശാസ്ത്രം, അതിൻ്റെ ഒരു രീതി വളരെ വ്യത്യസ്തമാണ്. മത്സര പരീക്ഷകൾ എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ വളരെ സൂക്ഷ്മമായി, വളരെ ശ്രദ്ധയോടു കൂടിയിട്ട്, വളരെ വീണ്ടും വിചാരത്തോടു കൂടിയിട്ട് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതാണ്. പരീക്ഷ വരുമ്പോൾ മാത്രം ശ്രദ്ധിക്കുകയല്ല വേണ്ടത്. ഒരു മത്സര പരീക്ഷയുടെ രീതിശാസ്ത്രം മനസ്സിലാക്കി, മുമ്പ് ചോദിച്ച പരീക്ഷയുടെ ചോദ്യങ്ങൾ മനസ്സിലാക്കി, സിലബസ് പൂർണ്ണമായും മനസ്സിലാക്കി, വരാനിരിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കി നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന LPST UPST പരീക്ഷയിൽ മികച്ച പെർഫോമൻസ് നിങ്ങൾ കാണിക്കേണ്ടിയിരിക്കുന്നു. ആ മികച്ച പെർഫോമൻസിന് വേണ്ടിയുള്ള ഒരു ശ്രമം എങ്ങനെയായിരിക്കണം എന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, LP UP സ്കൂൾ ടീച്ചർ എക്സാമിനേഷൻ ഇംഗ്ലീഷാണ്. അതിൽ ഇംഗ്ലീഷിലെ വൊക്കാബുലറി ഏരിയയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, വൊക്കാബുലറി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ്. ഇംഗ്ലീഷ് ഗ്രാമർ പാർട്ടിന് വളരെയധികം പ്രാധാന്യം കൊടുക്കും. എന്നാൽ വൊക്കാബുലറി ഏരിയയിൽ ശ്രദ്ധ വളരെ പരിമിതമായിരിക്കും. വൊക്കാബുലറി നിങ്ങൾക്കറിയാം, SCERT സിലബസ്, അതായത് 5, 6, 7 പുസ്തകത്തിലുള്ള മിക്കവാറും എല്ലാ വാക്കുകളെക്കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ വേണം. അതിൻ്റെ ഗ്ലോസറി മനസ്സിലാക്കിയിട്ട് ആ വാക്കുകൾ ആൻറ്റണിംസും സിനണിംസും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടും ഫ്രേസൽ വേർബ്സ് അതുപോലെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി വൊക്കാബുലറിക്ക് വേണ്ടി മാത്രം ഒരു 30ഓളം ക്ലാസ്സുകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, വൊക്കാബുലറിയിൽ സാധാരണ കോമ്പറ്റീവ് എക്സാമിനേഷൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി വൊക്കാബുലറി ഏരിയയിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാൻ നോക്കുക. അതറിയാം, നമുക്കറിയാം. അതായത് വൊക്കാബുലറി അല്ലെ ടെർമിനോളജി, ആന്റണിംസ് അറിയാം. ആന്റണിംസ് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ലിംഗ്വിസ്റ്റിക്സിൽ ഒരു വാക്കിന് ഓപ്പോസിറ്റ് ഇല്ല എന്നാണ്, പക്ഷെ ഏകദേശം അടുത്ത് വരുന്ന, വിപരീതമായി വരുന്ന, അടുത്ത് വരുന്ന വാക്ക്. ആന്റണിംസ്, സിനണിംസ്, അത് ഒരു ചോദ്യം നിർബന്ധമായി ഉണ്ടായിരിക്കും. പിന്നെ അടുത്തതാണ് സിനണിംസ്, പര്യായപദങ്ങൾ, ഏകദേശം അടുത്ത് വരുന്ന, നിയറസ്റ്റ് ദ മീനിങ്. ഇതാണ് രണ്ട് ചോദ്യങ്ങൾ. വൊക്കാബുലറിയിൽ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ആന്റണിംസ്, സിനണിംസ്. മൂന്നാമത് ഫ്രേസൽ വേർബ്സ് ആണ്. ഫ്രേസൽ വേർബ്സ് ഇംഗ്ലീഷിലെ ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്. ഉദാഹരണത്തിന് കോൾ അറ്റ് എന്ന് പറയുമ്പോൾ കോൾ പ്ലസ് അറ്റ് ആണ്. ഇതാണ് ഫ്രേസൽ വേർബ്. അല്ലെങ്കിൽ പുട്ട് ഓഫ് എന്നുള്ളത് ഫ്രേസൽ വേർബാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, കീപ് എവേ എന്നുള്ളത് കീപ് എവേ ഫ്രം, ദറ്റ് ഈസ് എ ഫ്രേസൽ വേർബ്. അതായത് ഇപ്പം കോൾ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിളിക്കുക എന്നാണ്. അറ്റ് എന്നുള്ളത് പ്രിപ്പോസിഷനാണ്, പ്ലേസ് പ്രിപ്പോസിഷനാണ്, ടൈം പ്രിപ്പോസിഷനാണ്. പക്ഷേ കോളറ്റ് എന്ന് പറയുമ്പോൾ അത് വാക്ക് മാറി ഒരു പുതിയ വാക്കായി മാറുന്നു. കോളറ്റ് മീൻസ് വിസിറ്റ് എ പ്ലേസ് ആണ്, വിസിറ്റ് എ പ്ലേസ്. അപ്പോൾ ഇങ്ങനെ പുട്ട് ഓഫ്, കോളറ്റ്, ഗിവ് ഇൻ, ഗിവ് അപ്പ്, അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷ് ഫ്രേസൽ വേർബ്സ് ഉണ്ട്. അത് കൃത്യമായി പഠിച്ചിരിക്കണം. അതിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കും.
പിന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. ഇംഗ്ലീഷ് ഇഡിയമാറ്റിക് ലാംഗ്വേജ് ആണ്. ശൈലീപ്രയോഗങ്ങൾ, ഒരു ഭാഷയുടെ പ്രൗഢമായ മേഖലയാണ് ശൈലീപ്രയോഗങ്ങൾ. ആ ശൈലീപ്രയോഗങ്ങളെക്കുറിച്ച് കൃത്യമായി ഒരു അധ്യാപക വിദ്യാർത്ഥി പഠിച്ചിരിക്കണം. അതായത് ഒരു 10ാം ക്ലാസ് ലെവലിലുള്ള വിവരം എന്ന് പറഞ്ഞാൽ ഗ്രാജുവേറ്റ് ലെവലിലുള്ള വൊക്കാബുലറി നമുക്ക് വേണം. ഒരു ഗ്രാജുവേറ്റ് ലെവലിലുള്ള, അതായത് മൈക്കൽ വെസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ഒരു 2000 വേർഡ് ലിസ്റ്റാണ് മൈക്കൽ വെസ്റ്റ് പറയുന്നത്. അദ്ദേഹം ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൽ ഒരു ഗ്രാജുവേറ്റ് ആയ കുട്ടിക്ക് 2000 വേർഡ്സെങ്കിലും അറിഞ്ഞിരിക്കണം. ഈ 2000 വേർഡ്സ് കൊണ്ട് തന്നെ യു വിൽ ബി ഏബിൾ ടു യൂസ് ദ ലാംഗ്വേജ്. ലാംഗ്വേജിൽ നല്ലൊരു യൂസർ ആകാൻ കഴിയും. വളരെ കോമ്പിറ്റൻറ്റ് യൂസർ ആവണമെങ്കിൽ 2000 വാക്കുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് വൊക്കാബുലറിയിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. പിന്നെ അതുപോലെ തന്നെ ഫോറിൻ വേർഡ്സ് യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ്. വേറൊരു മേഖലയാണ് വിദേശ ഭാഷയിൽ നിന്ന് വന്ന വാക്കുകൾ. ഉദാഹരണത്തിന് അമിക്കസ് ക്യൂറിയ, ഇപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുകയാണ്. മോഡസ് ഒപ്പരാൻഡി, ഇതൊക്കെ നമ്മൾ സാധാരണ ഇപ്പം പത്രങ്ങളിലൊക്കെ വരുന്നത്, അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വാക്കുകളാണ്. പ്രൈമ ഫാഷി, പ്രഥമ ദൃഷ്ടിയ, മോഡസ് ഒപ്പരാൻഡി ഉണ്ടോ. മോഡസ് ഒപ്പരാൻഡി വേ ഓഫ് ഡൂയിങ്. അമിക്കസ് ക്യൂറിയ, അമിക്കസ് ക്യൂറിയ മീൻസ് ഫ്രണ്ട് ഓഫ് എ കോർട്ട് ഇൻ എ ലീഗൽ പ്രൊസീഡിങ്സ് ആണ്. ഒരു ലീഗൽ പ്രൊസീഡിങ്സിൽ, ഒരു കോടതിയുടെ പ്രവർത്തനത്തിൽ സഹായിക്കുന്ന ആളെന്താ പറയുക, അമിക്കസ് ക്യൂറിയ എന്ന് പറയും. ഇതൊക്കെ എന്താണ്, ഫോറിൻ വേർഡ്സ് ആണ്. സാറ് നമ്മൾ എക്സ്പാർട്ടി, നമ്മൾ സാറ് ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. അത്തരം വാക്കുകൾ നമ്മൾ പഠിച്ചിരിക്കണം. റൈറ്റ്. അപ്പോൾ അത് വൊക്കാബുലറി പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. പിന്നെ അടുത്ത് നോക്കണം, 6ാമത്തെ പാർട്ട് നോക്കാം. അത് വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്. ഉദാഹരണത്തിന് FAIR ഫെയർ, FARE ഫെയർ, ഇതൊക്കെ നമ്മൾ ഹോമോണിംസ് അല്ലെങ്കിൽ ഒരേപോലെ ഉച്ചരിക്കുന്ന വാക്കുകളാണ്. സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട്, പക്ഷെ എന്താണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്കുകളാണ്. അപ്പോൾ അങ്ങനെ വാക്കുകൾ ഒരുപാട് വേർഡ്സ് ഇംഗ്ലീഷിലുണ്ട്. FLAIR ഫ്ലയർ ഉണ്ടോ, FLARE ഫ്ലയർ, ഇങ്ങനെയുള്ള ഒരുപാട് വാക്ക് ഉണ്ടോ. ഈ വാക്ക് കോംപ്ലിമെന്റ്, COMPLIMENT കോംപ്ലിമെന്റ്, COMPLEMENT കോംപ്ലിമെന്റ്. ഇത് വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ് എന്ന് പറയും. പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്കുകളാണ്. ഏകദേശം പാരോണിംസ് അല്ലെ ഹോമോണിംസ്, വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്. ഇതിൻ്റെ മീനിങ് കൃത്യമായി അറിയണം, പ്രൊനൗൺസിയേഷൻ അറിയണം. ഹൗ ടു പ്രൊനൗൺസ് എ വേർഡ് ആൻഡ് ദ എക്സാക്ട് പ്രൊനൗൺസിയേഷൻ അറിയണം. അതിൻ്റെ യൂസേജസ് നമ്മൾ അറിയണം. അത് ചോദ്യം ഉണ്ടായിരിക്കും. പിന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. എ പേഴ്സൺ ഹു ക്യാൻ യൂസ് ഹിസ് ബോത്ത് ഹാൻഡ്സ്. എ പേഴ്സൺ ഹു ക്യാൻ യൂസ് ഹിസ് ബോത്ത് ഹാൻഡ്സ്, 2 കൈ ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ആൾ ആംബി ഡെക്സ്ട്രസ് ആണ്. അല്ലെങ്കിൽ വൺ ഹു ഫൈൻഡ്സ് ഫോൾട്ട് എവരിവെയർ, സിനിക്. ഇങ്ങനെയുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ അതുപോലെ ദ റൂം വേർ എക്സ്പെരിമെന്റ്സ് ആർ കണ്ടക്റ്റഡ്, ലബോറട്ടറി, ഇതൊക്കെ എന്താണ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതുപോലെ ഇംഗ്ലീഷിലെ പ്രോവേർബ്സ്, പഴഞ്ചൊല്ലുകളുണ്ട്, നമുക്കറിയണം. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് നൗൺസ്, കളക്റ്റീവ് നൗൺസ് എന്ന് പറയും, മാസ് നൗൺസ് എന്ന് പറയും. ഉദാഹരണത്തിന് എ ഹേർഡ് ഓഫ് എലഫൻസ് എന്ന് പറയുക, HERD, herd of cattle, herd of cattle, herd of cows, a flock of sheep, a flock of birds. ഇതൊക്കെ എന്താണ്, കളക്റ്റീവ് നൗൺസ് ആണ്. ഇത് നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ ജെൻഡർ വേർഡ്സ്, മെയിൽ ഫിമെയിൽ. നൗൺസിൽ നമ്മൾ പഠിക്കണം ജെൻഡർ വേർഡ്സ്, ലിംഗപദങ്ങൾ. അതായത് ഹോഴ്സ്, സ്റ്റാലിയോൺ, അല്ലെങ്കിൽ അതിൻ്റെ ഡോഗ്, ബിച്ച്. ഡോഗ് മെയിലാണ്, ഫിമെയിൽ ആണെങ്കിൽ ബിച്ച്. ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ്. അതായത് നൗൺസിൽ പഠിക്കാനുള്ള ജെൻഡർ വേർഡ്സ് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ കളക്റ്റീവ് നൗൺസ്, മാസ് നൗൺസ് പഠിക്കണം. പിന്നെ പഠിക്കേണ്ടത് സൗണ്ട്സ് അറിയണം. സിംഗുലർ ആണ് സൗണ്ട്സ്. ഇപ്പം ഡോഗ് ബാർക്സ്, ഡോഗ്സ് ബാർക്ക്. ആസ് ബ്രേ, എലഫന്റ് ട്രംപറ്റ്, ലയൺസ് റോർ. ഇതൊക്കെ എന്താണ്, വേർഡ്സ് ആണ്. ഹൈന ലാവ്സ്, ഇതൊക്കെ എന്താണ്, സൗണ്ട്സ് ആണ്. ഐ സൗണ്ട്സ് അറിയണം. യങ് വൺസ് അറിയണം. ലയൺ ആണെങ്കിൽ കബ്, ഡോഗ് ആണെങ്കിൽ പപ്പി. ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ട്. കോൾട്ട്, ഫില്ലി.
ഇതൊക്കെ എന്താണ് യങ് വൺസ് ആണ്. പിന്നെ അതുപോലെ തന്നെ അബോർഡ്സ് വാസസ്ഥലങ്ങൾ, എവിടെയാണ് താമസിക്കുന്നത്, ദ പ്ലേസ് വേർ ദേ ലിവ് ഇൻ, അതറിയണം. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം ഹച്ച്, HUTCH, ഹച്ച്. ഡെൻ, സിംഹത്തിൻ്റെതാണ്. ഇത് റാബിറ്റ്സ് ആണ്. ലെയർ, കടുവ, പുലി ലെയറാണ്, LAIR, ലെയർ. അപ്പോൾ ഹൗസ്, സ്റ്റാബിൾ, ബയർ, ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ട്, നമ്മൾ പഠിക്കണം. അതാണ് അബോർഡ്സ്, വാസസ്ഥലങ്ങൾ. പിന്നെ സിംഗുലർ പ്ലൂറൽ ആണ്. സിംഗുലർ പ്ലൂറൽ ഓക്സ്, ഓക്സൺ, ചൈൽഡ്, ചിൽഡ്രൻ, ഫൂട്ട്, ഫീറ്റ്. അപ്പോൾ ഓരോ വാക്കുണ്ട്, അത് ഫോറിൻ വേർഡ്സ് ചോദിച്ചു. മാഗസ്, മാഗായ് ഉണ്ടോ, MAGUS, മാഗസ്, വൈസ്മാൻ. ഇത് മെയ്ജായ്, MAGI, മെയ്ജായ്. മാഗസ് സിംഗുലർ ആണ്. വൈസ്മാൻ, ഹു ഓഫേർഡ് പ്രസൻസ് ഫോർ ഇൻഫാന്റ് ജീസസ്, നവജാത ശിശുവിന് യേശുക്രിസ്തു ജനിച്ചു എന്നറിഞ്ഞപ്പോൾ ഉപഹാരങ്ങളുമായി വന്ന ദിവ്യന്മാരെ എന്ന് പറയുന്നത് മാഗസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്ലൂറലാണ് മെയ്ജായ്, MAGI, മാഗി എന്നല്ല മെയ്ജായ്. അങ്ങനെ പപ്പരാസോ, പപ്പരാസി, ഒരുപാട് വാക്കുകളുണ്ട് ഇംഗ്ലീഷ്. ക്രൈറ്റീരിയൻ, ക്രൈറ്റീരിയ, ഫിനോമിനൻ, ഫിനോമിന, ഫോറിൻ വേർഡ്സ് ആണ് ഇംഗ്ലീഷിൽ വന്ന വാക്കുകൾ. അതിൻ്റെയൊക്കെ സിംഗുലർ പ്ലൂറൽ അറിയണം, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സാധാരണ ഫൂട്ട്, ഫീറ്റ്, ഗൂസ്, ഗീസ്, അതാണ് അങ്ങനെയുള്ള വാക്കുകളുണ്ട്. അപ്പം ഗൂസ് ആണെങ്കിൽ ഗീസ്, ഫൂട്ട്, ഫീറ്റ്, ടൂത്ത്, ടീത്ത്, വ്യത്യാസമുള്ള വാക്കുകൾ, അതൊക്കെ നമ്മൾ അറിയണം. പിന്നെ അതുപോലെ തന്നെ കോമ്പൗണ്ട് വേർഡ്സ്, കോമ്പൗണ്ട് വേർഡ്സ് ഉണ്ട്. ചില വാക്കുകളുണ്ട്, ഇപ്പോൾ 2 വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന വാക്ക്, അത് അറിയണം. കോമ്പൗണ്ട് വേർഡ്സ് ഉണ്ട്. ടേബിൾ മാറ്റ്, ടേബിൾ ക്ലോത്ത്, ബെഡ് സ്പ്രെഡ് എന്നൊക്കെ പറഞ്ഞ വാക്കുകളുണ്ട്. വിൻഡോ കർട്ടൻ. അപ്പോൾ ഇതൊക്കെ എന്താണ്, കോമ്പൗണ്ട് വേർഡ്സ് ആണ്. അപ്പോൾ കോമ്പൗണ്ട് വേർഡ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രഫിക്സസ്. അൺഹാപ്പി, ഇത് പ്രഫിക്സ് ആണ്. ഹാപ്പി എന്നുള്ള വാക്കാണ് അൺഹാപ്പി. ദിസ് ഇസ് കോൾഡ് പ്രീഫിക്സ്. പ്രീ ആണ്, മുൻകൂട്ടി. പ്രീ മീൻസ് ബിഫോർ ആണ്. പ്രിഫിക്സ്. ഇവിടെ ചേർക്കുന്നത് സഫിക്സ്. സഫിക്സ് മീൻസ് ആഫ്റ്റർ ഫിക്സ്. അതാണ് അൺഹാപ്പിനെസ്. അൺഹാപ്പിനെസ്, നെസ് എന്നുള്ളത് എന്താണ്, സഫിക്സ് ആണ്. അൺ എന്നുള്ളത് പ്രിഫിക്സ് ആണ്. എംപവർമെന്റ്, എംപവർമെന്റ്, MENT, ഇത് സ്റ്റെം ആണ്. ഇത് പ്രിഫിക്സ് ആണ്. ഇത് സഫിക്സ് ആണ്. ഇത് പഠിക്കണം. അതെങ്ങനെയാണ് വാക്കുകൾ, ഒരുപാട് വേർഡ്സ് ഉണ്ട്, അത് പറഞ്ഞു. അതുപോലെ തന്നെ സഫിക്സസ് ആൻഡ് പ്രിഫിക്സസ്. പിന്നെ സിമിലീസ്. സിമിലീസ്, ഉപമകൾ. ഈസ്, ആസ്, സ്ലോ ആസ്, അതാണ്. അങ്ങനെ സിമിലികൾ. പിന്നെ ഓഡ് വൺ ഔട്ട്, 3-4 വേർഡ്സ് അതിലൊന്ന് ഔട്ടായി, വ്യത്യസ്തമാണ് അത്. പിന്നെ കറക്റ്റ് സ്പെല്ലിംഗ്, സ്പെല്ലിംഗ് ടെസ്റ്റ്. ചില വേർഡ് കോമൺലി മിസ്സ്പെൽഡ് വേർഡ്സ് ഉണ്ട്. സാധാരണയായി നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാക്കുന്ന വാക്കുകൾ. ഇതൊക്കെയാണ് 20 ഏരിയ. ഇപ്പോൾ വൊക്കാബുലറിക്ക് 50% മാർക്കാണ്. 50% മാർക്ക് വൊക്കാബുലറിക്കാണ്. അതിൽ 50% മാർക്ക് ഉണ്ട്. അതിന് മുഴുവൻ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. 20 മാർക്കിൻ്റെ ടെസ്റ്റിൽ ഇംഗ്ലീഷ് നിങ്ങൾ 18 മാർക്കെങ്കിലും സ്കോർ ചെയ്യണം. 90%, 1-2 മിസ്റ്റേക്സ് ആർക്കും വരും, സ്വാഭാവികമാണ്, പരീക്ഷയാണ്. ചിലപ്പോൾ ഏറ്റവും നന്നായി അറിയുന്നത് തെറ്റിപ്പോകാറുണ്ട്. അത് പരീക്ഷേൻ്റെ ഒരു സ്വഭാവമാണ്, നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ നമുക്ക് ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഇമോഷണലായ പ്രശ്നങ്ങൾ കൊണ്ട് ചില മിസ്റ്റേക്സ് വരാം, ചില മറവി വരാം, സ്വാഭാവികമാണ്. പക്ഷെ അതൊക്കെ നമുക്കുണ്ട് ദൂരീകരിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ധാരാളമായി നമ്മൾ പരീക്ഷ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വൊക്കാബുലറിയുടെ പരീക്ഷ, വൊക്കാബുലറിയുടെ സിലബസ്. ഞാനിപ്പോൾ പറഞ്ഞത് സിലബസ് ആണ്. അപ്പോൾ ഇതിൽ ഓരോ ഏരിയയും കൃത്യമായി ധാരാളം ചോദ്യങ്ങൾ ചെയ്തുള്ള ക്ലാസ്സുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകാൻ, ഇപ്പോൾ നോക്കുക നിങ്ങൾ എക്സാമ്പിൾസ് നോക്കാം. ആണോ, ഇവിടെ മൈ ലൊക്കേഷ്യസ് റൂംമേറ്റ് ഗോസ് ടു ബെഡ് ഏർലി. റൂംമേറ്റ് ഉള്ള കോമ്പൗണ്ട് ആണ്.
This is a compound noun. Roommate. My loquacious roommate goes to bed early. Choose the option synonymous with the underlined word in the above sentence. മേൽക്കൊടുത്തിരിക്കുന്ന വാക്യത്തിലെ അടിവരയിട്ട വാക്കിന് സമാനമായ അർത്ഥമുള്ള വാക്ക് ഈ ഓപ്ഷൻ നിന്ന് കണ്ടുപിടിക്കുകയാണ്. നോക്കണങ്ങൾ, ലൊക്കേഷ്യസ്, സിസ്റ്റമാറ്റിക് ഉണ്ട്, ടോക്കറ്റീവ് ഉണ്ട്, സ്റ്റുഡിയസ് ഉണ്ട്, പയസ് ഉണ്ട്. 4 വാക്കുകൾ. അപ്പോൾ നിങ്ങളൊരു ചോദ്യം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 4 വാക്ക് കിട്ടിയാൽ ഒന്ന് ഉത്തരം കിട്ടിയ ഉത്തരമായിട്ട് പോകരുത്. ആ ഉത്തരം കിട്ടുമ്പോൾ മറ്റ് വാക്കുകളുടെ അർത്ഥം കൂടെ പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 5 വാക്ക് നിങ്ങൾ പഠിക്കും. അപ്പോൾ 10 ചോദ്യം പഠിക്കുമ്പോൾ നിങ്ങൾ 50 വാക്കുകൾ പഠിക്കും. അങ്ങനെ വാക്കുകൾ ഫെമിലിയർ ആവണം. അങ്ങനെ ഫെമിലിയറായ വാക്കുകൾ ഫെമിലിയർ ആകുക എന്നുള്ളതാണ്. നിങ്ങൾ പരിചയപ്പെടുക. അങ്ങനെ പരിചയപ്പെടുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് പൊതുവെ വൊക്കാബുലറി ജനറേറ്റ് ചെയ്യാൻ കഴിയും. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ വേണ്ടാതെ വൊക്കാബുലറിനെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. വൊക്കാബുലറി നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ട വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ സെലക്റ്റഡ് വൊക്കാബുലറിയാണ്. ആ സെലക്റ്റഡ് വൊക്കാബുലറി നമ്മൾ പഠിച്ചു വെക്കണം. കാരണം പരിസര പരീക്ഷ നിങ്ങൾക്കറിയാം, ഈ പരീക്ഷയിൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം സുരക്ഷിതമായ തലത്തിലെത്തും, ഒരു സേഫ് സോൺ നിങ്ങളെത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു കാര്യം ആലോചിക്കാതെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം, കഴിഞ്ഞതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, അല്ലെങ്കിൽ വേരാതിപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ടീച്ചിങ് കമ്മ്യൂണിറ്റിക്ക് ഒരു സ്വഭാവമുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ടീച്ചിങ് കമ്മ്യൂണിറ്റിക്ക് എന്താണ്, എപ്പോഴും പരാതികളും വേവലാതികളും ആശങ്കകളും പലതും പ്രതീക്ഷിക്കുക, അത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മളെന്ത് ചെയ്യുക, ഉള്ള കാര്യങ്ങൾ കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ശക്തമായി നമ്മൾ അറിവ് മൂർച്ച കൂട്ടിയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി സജ്ജരാകുക. നോക്കങ്ങൾ, ഇവിടെ എന്താണ് ലൊക്കേഷ്യസ് എന്ന വാക്ക്, ഇനി ആൻസർ എന്താണ്, ടോക്കറ്റീവ് ആണ്. ലൊക്കേഷ്യസ് എന്ന വാക്കിന് അർത്ഥം എന്താണ്, ടോക്കറ്റീവ്. ലൊക്കേഷ്യസ്, LAQUACIOUS മീൻസ് ടോക്കറ്റീവ് ആണ്. ദ ഹാബിറ്റ് ഓഫ് ടോക്കിംഗ് ടു മച്ച്, ധാരാളം സംസാരിക്കുന്ന സ്വഭാവം ലൊക്കേഷ്യസ് ആണ്. വേറെ വാക്കാണ് ഗാരുലസ്, GARRULOUS, ഗാരുലസ്. ടോക്കറ്റീവ് ആണ്. ഷീ ഈസ് വെരി ടോക്കറ്റീവ്. എ ടോക്കറ്റീവ് ഗേൾ ഗാരുലസ് ആണ്, ടോക്കറ്റീവ് ആണ്, ഗാരുലസ്. അതുപോലെ തന്നെ വോളിബിൾ, VOLUBLE, വോളിബിൾ എന്ന് പറഞ്ഞാലും ടോക്കറ്റീവ് ആണ്, ടോക്കറ്റീവ്, ലൊക്കേഷ്യസ്, വോളിബിൾ ആണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ സാധാരണ ടോക്കറ്റീവിൻ്റെ ഓപ്പോസിറ്റാണ് പറയുന്നത് റിസർവ്ഡ് എന്ന് പറയും, RESERVED, റിസർവ്ഡ് എന്ന് പറയും. ടാസിറ്റേൺ എന്ന് പറയും, TSCITURN, ടാസിറ്റേൺ. വേറെ വാക്കാണ് റെട്ടിസെന്റ്, RETICENT, റെട്ടിസെന്റ്. അപ്പം നിങ്ങൾ ഒരുപാട് വേർഡ്സ് പഠിക്കുമ്പോൾ ഒരു 200 വാക്കുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10-20 ഓർമ്മ വരും. അതാണ് വേണ്ടത്. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ വൊക്കാബുലറി ക്ലാസ്സുകളിൽ നമ്മൾ വേർഡ്സ് കേൾക്കണം. ധാരാളം വേർഡ്സ് നമ്മളിങ്ങനെ യൂസേജ് കേട്ടാലാണ് നമുക്ക് വാക്കുകൾ അർത്ഥം മനസ്സിലാകുക. അപ്പോൾ ഓർമ്മിക്കുക. ഇനി സിസ്റ്റമാറ്റിക് എന്ന വാക്ക് എന്താ അറിയാം, സിസ്റ്റം അറിയാം, സിസ്റ്റമാറ്റിക് അറിയാം, അഡ്ജക്റ്റീവ് ആണ്. സ്റ്റുഡിയസ് അറിയാം, സ്റ്റഡി അറിയാം, സ്റ്റുഡിയസ് അറിയാം. പയസ് എന്ന് പറഞ്ഞാൽ ദൈവഭക്തിയുള്ള, പയസ്, PIOUS, പയസ് അഡ്ജക്റ്റീവ് ആണ്. റിലീജിയസ് മൈൻഡഡ്, ഗോഡ് ഫിയറിംഗ് ആണ്, ദൈവഭക്തിയുള്ള ആള്. പയസ് ഓപ്പോസിറ്റ് ഇംപയസ് ആണ്. അപ്പോൾ ഓർമ്മിക്കുക, സിനോണിം ഉള്ള ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ കുറേ വേർഡ്സ് മനസ്സിലാക്കി. ഇനി അടുത്ത വാക്ക് നോക്കും നിങ്ങൾ. നെക്സ്റ്റ് വൺ ഉണ്ടോ, ഇൻഡിജന്റ്. ഓൺലി ഇൻഡിജന്റ് കസ്റ്റമേഴ്സ് യൂസ് ദ പ്രോഡക്റ്റ്. ഉണ്ടോ, ഓൺലി ഇൻഡിജന്റ് കസ്റ്റമേഴ്സ് യൂസ് ദ പ്രോഡക്റ്റ്. ചൂസ് ദ ആന്റണിം ഓഫ് ദ അണ്ടർലൈൻ വേർഡ്. അണ്ടർലൈൻ വേർഡിന്റെ എന്താണ് ആന്റണിം, ഓപ്പോസിറ്റ് വേർഡ് അറിയണം. ഓൺലി ഇൻഡിജന്റ് കസ്റ്റമേഴ്സ് യൂസ് ദ പ്രോഡക്റ്റ്. ഈ ഉൽപ്പന്നം യൂസ് ചെയ്യുന്നവരാണ് ഓൺലി ഡാഷ് കൊടുത്ത ഇൻഡിജന്റ് ആണ്. അപ്പോൾ ഇൻഡിജന്റ് എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് അറിയണം, അതിന്റെ ഓപ്പോസിറ്റ് അറിയണം. അതാണ് പുവർ, എഫ്ലുവന്റ്, ലോക്കൽ, ക്വാളിറ്റി കോൺഷ്യസ്. ആൻസർ ഈസ് എഫ്ലുവന്റ്, മീൻസ് സമ്പന്നരായ. എഫ്ലുവന്റ് മീൻസ് പ്രോസ്പെറസ്, റിച്ച്. അതാണ് റിച്ച് ആയ ആൾക്കാർ. ഇത് പുവർ ആണ്. പുവർ എന്ന് പറയാൻ അറിയാം, പാവപ്പെട്ട. ഇൻഡിജൻ മീൻസ് പുവർ. പോവർട്ടി അറിയാം, ദാരിദ്ര്യാണ്. വേറെ വാക്കാണ് ഇംപവറിഷ്ഡ്. ഇംപവറിഷ്ഡ് എന്ന് പറഞ്ഞാലും എന്താണ്, ദരിദ്ര ആൾക്കാർ. വേറെ വാക്കാണ് പെന്യൂറി, PENURY,
ഈ വാക്കറിയാം. എക്സ്ട്രീംലി പുവർ, അതാണ് ഇവിടെ എന്താണ്, ആൻഡ് എഫ്ലുവൻറ്റ്. എഫ്ലുവൻറ്റ് മീൻസ് റിച്ച്, വെൽത്തി, റൈറ്റ്? അപ്പോൾ അതാണ് വാക്ക്. പുവർ ഉണ്ട്, ക്വാളിറ്റി കോൺഷ്യസ് ഉണ്ട്. ആൻസർ ഹിയർ ഈസ് ഇൻഡിജൻറ്റ് എന്നുള്ള വാക്ക് അർത്ഥം നമുക്ക് അറിയണം. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ നോക്കാം. അടുത്ത് നോക്കാം, നെക്സ്റ്റ് വൺ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബ്രീഫ് സമ്മറി ഓഫ് എ ബുക്ക്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. എ ബ്രീഫ് സമ്മറി ഓഫ് എ ബുക്ക്, എപ്പിറ്റോമി, മെമോയേഴ്സ്, എക്സർപ്പറ്റ്, പ്ലേജറിസം. ഈ പ്ലേജറിസം വാക്ക് അർത്ഥം നമുക്കറിയാം. എന്താണ് പ്ലേജറിസം? ആയാൽ കോപ്പിങ് ഓഫ് എ ലിറ്റററി വർക്കാണ്. ഒരു സാഹിത്യകൃതി നമ്മൾ സാഹിതി ചോരണം എന്ന് പറയും മലയാളത്തിൽ. അത് മോഷ്ടിച്ചെഴുതുക, അതാണ് പ്ലേജറിസം, നിങ്ങൾക്കറിയാം. പിന്നെ മെമോയേഴ്സ് ആണ്, ഓർമ്മക്കുറിപ്പുകളാണ് മെമോയേഴ്സ്, അറിയാം. പിന്നെ എപ്പിറ്റോമി മീൻസ് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. പെർഫെക്റ്റ് എക്സാമ്പിൾ, ഏറ്റവും നല്ല ഉദാഹരണത്തിന് പറയുക എപ്പിറ്റോമി എന്ന് പറയുക. അപ്പോൾ ആൻസർ ഈസ് ദ സമ്മറി ഓഫ് എ ബുക്ക് ഈസ് എക്സർപ്പറ്റ്. ഇതാണ്. അല്ലെങ്കിൽ ബ്ലേബ്, വേറെ വാക്കാണ് ബ്ലേബ്. ജിസ്റ്റ് അല്ലെങ്കിൽ സിനോപ്സിസ്, ഇതൊക്കെ ഈ വാക്കിൻ്റെ അർത്ഥമാണ്. സിനോപ്സിസ്. പുസ്തകവുമായി ബന്ധപ്പെട്ട കുറേ വാക്കുകളുണ്ട്, നമുക്ക് പഠിച്ചിരിക്കണം. മാഗ്നം ഓപ്പസ് എന്ന വാക്ക് നമുക്കറിയാം. ദ ബെസ്റ്റ് വർക്ക് ഓഫ് എൻ ഓഥർ, മാഗ്നം ഓപ്പസ്. സ്വാൻ സോങ്, ദ ലാസ്റ്റ് വർക്ക് ഓഫ് എൻ ഓഥർ. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട വാക്കുകളാണ്. അപ്പോൾ ഈ വാക്കുകൾ ഇങ്ങനെയൊക്കെ. മാഗ്നം ഓപ്പസ് ഓഫ് അരുന്ധതി റോയ്, മാഗ്നം ഓപ്പസ് ഓഫ് തകഴി, മാഗ്നം ഓഫ് ഒ വി വിജയൻ. ഖസാക്കിൻ ഇതിഹാസം ഈസ് ദ മാഗ്നം ഓപ്പസ് ഓഫ് ഒ വി വിജയൻ. മാഗ്നം ഓപ്പസ് ഈസ് ദ ബെസ്റ്റ് വർക്ക് ഓഫ് എൻ ഓഥർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എല്ലാ കോമ്പറ്റീവ് എക്സാമിനേഷൻ ചോദിക്കുന്ന ചോദ്യമാണ്, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. റൈറ്റ്. അടുത്തത് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഐ കനോട്ട് ഡാഷ് ഹിസ് ബിഹേവിയർ ആണ്. I cannot put out, put up with, put off, put across. ഇത് idioms അല്ലെ phrasal verb ചോദ്യമാണ്. Put out means, you know the word, put out means extinguish, കെടുത്തുക. You go to kitchen and put out the fire. Extinguish now, കെടുത്തുക. പിന്നെ put off means postpone. എന്താ postpone ചെയ്യുക, മാറ്റി വെക്കുക. Postpone. Put across means convey or communicate. Convey or communicate. നമുക്കറിയാം put out. Convey is a learned person, is a scholarly person, but he can't put across the ideas. Convey or communicate. So, I cannot dash, put up with. This is the answer. Tolerate. Bear patiently, ബിഹേവിയർ എന്നറിയാം. അപ്പോൾ ഇതാണ് ഫ്രേസൽ വേർബ്സ്. ഇത് ഒരു ക്വസ്റ്റ്യൻ്റെ മോഡലാണ്, മാതൃകാ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അടുത്ത് നോക്കാം, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബോൺ ഓഫ് കണ്ടൻഷൻ. ഇത് ഇംഗ്ലീഷിലൊരു ശൈലി പ്രയോഗമാണ്. ബോൺ ഓഫ് കണ്ടൻഷൻ, അതായത് ഇംഗ്ലീഷിലെ സാധാരണ ഉപയോഗിക്കുന്ന ഫ്രേസ് ആണ്. ബോൺ ഓഫ് കണ്ടൻഷൻ. കാശ്മീർ ഈസ് ദ ബോൺ ഓഫ് കണ്ടൻഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് അൺപ്ലസന്റ്, സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട് ഓർ കോറൽ, വിത്ത് ഐഡിയാസ് ടു അഡ്വാൻസ്ഡ്, സെനിത്ത് ഓഫ് ആങ്കർ ആൻഡ് എക്സൈറ്റ്മെന്റ്. സെനിത്ത് എന്ന് പറഞ്ഞാൽ അങ്ങ് ഉയരം, ചക്രവാളത്തിന് ഏറ്റവും ഉയർന്ന ഭാഗം. എക്സൈറ്റ്മെന്റിന്റെ അങ്ങേയറ്റം. ഇവിടെ എന്താണ്? ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന തർക്ക വിഷയമാണ്. അതായത് ആൻസർ ഈസ് സബ്ജക്ട് ഓഫ് ഡിസ്പ്യൂട്ട് ഓർ കോറൽ. അതാണ് കാശ്മീർ ഈസ് ദ ബോൺ ഓഫ് കണ്ടൻഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇപ്പോൾ ബോൺ ഓഫ് കണ്ടൻഷനാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനത്തെ വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ, ഒരുപാട് വേർഡ്സ് ഇംഗ്ലീഷ് പ്രയോഗങ്ങളുണ്ട്. എർക്കൂലിയൻ ടാസ്ക് അല്ലേ, ഹോബ്സൺ ചോയ്സസ്, മറ്റേ ഒരുപാട് ഇംഗ്ലീഷ് ഇഡിയം ഫ്രേസസ് ഉണ്ട്. ആ ഫ്രേസസ് നമ്മൾ പഠിച്ചിരിക്കണം, സ്വായത്തമാക്കണം. മിഡാസ് ടച്ച്, ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷുണ്ട്. ബെറി ദ ഹാച്ചറ്റ് അല്ലേ, ആൻ ആപ്പിൾ ഓഫ് ഡിസ്കാർഡ്, അങ്ങനെ ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷുണ്ട്. അത് നമ്മൾ കുറച്ച് പഠിച്ചു വെക്കണം. ടു ഈറ്റ് എ ഹംബിൾ പായ്, ഇതൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇത് നമ്മൾ കുറച്ച് വേർഡ്സ് ഇങ്ങനെ പഠിച്ചു വെക്കണം. ശൈലീപ്രയോഗങ്ങൾ പഠിച്ചു വെക്കുക, യൂസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6ാം ചോദ്യം നോക്കാം. കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. സുനാമി അറിയാം, ഭൂകമ്പമുണ്ടാകുന്ന തിരമാലകളാണ്. സ്പെല്ലിംഗ് എന്താണ്? TSUNAMI ആണ്. ടി സുനാമി എന്നല്ല, ടി സൈലന്റ്. സൈക്കോളജിയിൽ പി സൈലന്റ് ആണ് സുനാമി. സുനാമി എന്നാണ്, ടി എന്നല്ല, സുനാമി. ടി സൈലന്റ്. സ്പെല്ലിംഗ് നോക്കണം. അപ്പോൾ സ്പെല്ലിംഗ് ടെസ്റ്റ് ഇപ്പം പൊതുവെ പുതിയ കുട്ടികൾക്ക് വലിയ പ്രയാസമുള്ള ഒരു ഏരിയയാണ് സ്പെല്ലിംഗ് ടെസ്റ്റ്. അതായത് നമ്മൾ ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ, സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് ഈ വൊക്കാബുലറി. അതുകൊണ്ട് വൊക്കാബുലറി എൻട്രി ചെയ്യേണ്ട അത്യാവശ്യമാണ്. വൊക്കാബുലറി എൻട്രി ചെയ്യാനും വൊക്കാബുലറി ഹൃദിസ്ഥമാക്കാനും നമുക്ക് ആവശ്യം വായനയാണ്. അപ്പോൾ കുറച്ച് വായിക്കുകയും കുറേ വേർഡ്സ് ഇങ്ങനെ കാണുകയും ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ വരും. അപ്പോൾ ഓർമ്മിക്കുക, സ്പെല്ലിംഗ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് കോമൺലി മിസ്പെൽഡ് വേർഡ്സ് ഉണ്ട്, അത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യും, അതൊന്ന് പറഞ്ഞു തരും. എംബറാസ്മെൻറ്റ് എന്താണ് സ്പെല്ലിംഗ്? ക്യൂ എന്താണ് സ്പെല്ലിംഗ്? QUEUE ആണ്. കേണൽ എന്താണ് സ്പെല്ലിംഗ്? ലെഫ്റ്റനന്റ് LIEUTENANT ലെഫ്റ്റനന്റ് ആണ്. അങ്ങനെ സ്പെല്ലിംഗ് ടെസ്റ്റ് നമ്മൾ ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അടുത്തത് നോക്കാം. അടുത്തത് ലിംഗ്വ ഫ്രാങ്ക. ഇത് ഫോറിൻ വേർഡ്സ് യൂസ് ഇൻ ഇംഗ്ലീഷ് ആണ്. ലിംഗ്വ ഫ്രാങ്ക. വാട്ട് ഇസ് മീനിങ് ലിംഗ്വ ഫ്രാങ്ക? നോക്കണം. കോമൺ ലാംഗ്വേജ്, ഫോറിൻ ലാംഗ്വേജ്, റീജിയണൽ ലാംഗ്വേജ് പറയാം ഡയലക്ട് എന്ന് പറയാം. ഡയലക്ട് നിങ്ങൾക്കറിയാം. ഏൻഷ്യൻ ലാംഗ്വേജ് ഇപ്പം എന്താണ്? ലിംഗ്വ ഫ്രാങ്ക മീൻസ് കോമൺ ലാംഗ്വേജ് ആണ്, ബന്ധഭാഷ. What is lingua franca? Who introduced lingua franca in India? Lingua franca means ബന്ധഭാഷ അല്ലെങ്കിൽ കോമൺ ലാംഗ്വേജ് യൂസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉണ്ടാക്കുന്ന പൊതുഭാഷ അല്ലെങ്കിൽ ബന്ധഭാഷയാണ് അത് ലിംഗ്വ ഫ്രാങ്ക. അപ്പോൾ അത് ഓർമ്മിക്കണം. ആ വാക്ക് അത് ഫോറിൻ വേർഡാണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു നോക്കണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The bill passed by the parliament has to obtain the dash precedence. ഇത് കോമൺ വേർഡ്സ്, കോമൺലി കൺഫ്യൂസ്ഡ് വേർഡ്സ് ആണ്. സാധാരണയായി കൺഫ്യൂസ് ചെയ്യപ്പെടുന്ന വാക്കാണ്. എസെന്റ് എന്താണ്? എസെന്റ് എന്താണ്? ഡിസെന്റ് എന്താണ്? അറിയാം. എസെന്റ്. The bill passed by the parliament. പാർലമെന്റ് സ്പെല്ലിംഗ് നോക്കണേ. Has to obtain the assent or accord. സമ്മതം. accord. അതാണ്. ഇത് അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡറാണ്. ഇതിൻ്റെ അഡ്ജക്റ്റീവാണ് എസെന്റ്, ഡിസെന്റ്. കണ്ടില്ലേ? അപ്പോൾ എന്താണ്? ASSENT, എസെന്റ്. ഇത് കോമൺലി നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന വേർഡ്സാണ്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രോകാസ്റ്റിനേഷൻ. അത് ഇംഗ്ലീഷിൽ പ്രോബാണ്. പ്രോകാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രാജിക് ഫ്ലോ ആണ്. ഒരു കഥാപാത്രം, അതായത് ഒരാളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ഒരു വൈകല്യമാണ്. ആ സ്വഭാവത്തിലുണ്ടാകുന്ന വൈകല്യമാണ് അയാളുടെ പതനത്തിനും കാരണം. ഷേക്സ്പിയറുടെ ഹാംലെറ്റിൻ്റെ ഏറ്റവും വലിയ വീഴ്ച, ട്രാജിക് ഫ്ലോ, സ്വഭാവത്തിലുള്ള ഒരു ദൂഷ്യം എന്തായിരുന്നു? എല്ലാം മാറ്റിവെക്കുക. അതാണ് പ്രോകാസ്റ്റിനേഷൻ. എന്നാൽ ഡിലേ ഇൻ ഡൂയിങ് തിങ്സ് ആണ്. ഇന്ന് ചെയ്യുക, ഇന്ന് പഠിക്കുക, നാളെ പഠിക്കാം. ഷേക്സ്പിയറുടെ എല്ലാ ക്യാരക്ടേഴ്സിനും, അതായത് ഷേക്സ്പിയറൻ ട്രാജഡികളിലെ ട്രാജിക് ഹീറോസിനൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വൈകല്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് പ്രോകാസ്റ്റിനേഷൻ. ഹാംലെറ്റിൻ്റെ ഏറ്റവും വലിയ എന്താണ്? ഹമർഷ്യ എന്താണ്? ഈ മാറ്റിവെക്കലാണ്. അപ്പോൾ അതാണ് പ്രോകാസ്റ്റിനേഷൻ. ഈസ് ദ തീഫ് ഓഫ് ടൈം ആണ്. പ്രോകാസ്റ്റിനേഷൻ ഈസ് ദ തീഫ് ഓഫ് ടൈം. അത് നിങ്ങൾ പഠിക്കണം. പ്രൊവേർബ്സ് അത് ഫിൽ ചെയ്യാൻ വരും. അപ്പോൾ അതും ഇത്തരത്തിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രൊവേർബ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ടീച്ചറാവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 5, 6, 7 എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഇനി വരാൻ പോകുന്ന 8 വരെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് നല്ലപോലെ അറിയണം. ഇംഗ്ലീഷ് നല്ലപോലെ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിന് കുറച്ച് പഠിപ്പിക്കാനും, മിക്കവാറും എല്ലാ സ്കൂളും ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ്. അപ്പോൾ പഠിക്കാനും അതുപോലെ തന്നെ പഠിപ്പിക്കാനും ഒക്കെ തന്നെ ഒരു വളരെയധികം ആശ്വാസം നൽകുന്നതാണ് ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനം. അടുത്ത് നോക്ക്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. I saw dash of sheep in the field. കണ്ടോ? ഷീപ്പ്,
പ്ലൂറൽ ഷീപ്പ് തന്നെയാണ്. ഷീപ്പ് ഷീപ്പ്. ഡീർ പ്ലൂറൽ ഡീർ തന്നെ. കാറ്റിൽ കാറ്റിൽ. കാറ്റിൽസ് എന്ന് പറയുകയില്ല. ഇത് മാത്രം കാറ്റിൽ ഈസ് എന്ന് പറയുകയില്ല, കാറ്റിൽ ആർ എന്ന് പറയുക. ഷീപ്പീസ് എന്ന് പറയാം, ഷീപ്പ് ആർ എന്ന് പറയുക. ഡീറീസ് എന്ന് പറഞ്ഞാൽ ഡീർ ആർ എന്ന് പറയുക. കാറ്റിൽ ഈസ് എന്ന് പറയുകയില്ല, കാറ്റിൽ ആർ. ഓർമ്മിക്കണത്. അപ്പോൾ എന്താണ്? ഐ സോ എ ഡാഷ് ഓഫ് ഷീപ്പ് ഇൻ ദ ഫീൽഡ്. എന്തറിയാം? ഫ്ലോക്ക് ഓഫ് ഷീപ്പാണ്. ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ആട്ടിൻ പറ്റം. ഇത് ബെവി ഓഫ് ഗേൾസ് ആണ്. കണ്ടോ? ഫ്ലീറ്റ് ഓഫ് ഷിപ്സ് ആണ്. ഷിപ്സ്, ഫ്ലീറ്റ്. പിന്നെന്താണ്? ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആണ്. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ബഞ്ച് ഓഫ് ഗ്രേപ്സ്. ബഞ്ച് ഓഫ് തോട്ട്സ് ആണ് ബഞ്ച്. ബഞ്ച് ഓഫ് വീഗൻ. അപ്പോൾ ഇതാണ് കളക്റ്റീവ് നൗൺസ് ആണ്. അതിലുള്ള ചോദ്യമാണ്. വൊക്കാബുലറി പ്രധാനപ്പെട്ട ഏരിയയാണ്. അടുത്ത് നോക്കാം. 11ാം ചോദ്യം നോക്കാം. വിച്ച് ഈസ് ദ ഫെമിനിൻ ജെൻഡർ ഓഫ്, വിച്ച് ഈസ് ദ ഫെമിനിൻ ജെൻഡർ? ഇതിൽ ബുള്ളക്ക് ഇത് മാസ്കുലിൻ ജെൻഡറാണ്. ലയൺ മാസ്കുലിൻ ജെൻഡറാണ്. സ്റ്റാലിയോൺ മാസ്കുലിൻ ജെൻഡറാണ്. മാസ്കുലിൻ ജെൻഡർ ഏതാണ്? മേയർ. ഹോഴ്സിന്റെ ഫെമിനിൻ ജെൻഡറാണ് മേയർ. അപ്പോൾ അത് വിച്ച് ഈസ് ദ ഫെമിനിൻ ജെൻഡർ എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ അത് ജെൻഡർ വേർഡ്സിലെ ചോദ്യമാണ്. അത് വൊക്കാബുലറിയുടെ ചോദ്യമാണ്. ഇനി അടുത്ത ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് പ്ലൂറൽ ഫോം ഓഫ് ഓക്സ്. ഓക്സിന്റെ പ്ലൂറൽ ഫോം ഏതാണെന്ന് പറഞ്ഞു? ഓക്സൺ. കണ്ടോ? ഓക്സിന്റെ പ്ലൂറൽ ഫോം ചൈൽഡ്, ചിൽഡ്രൻ. ഓക്സ് ഓക്സൺ ആണ്. ഓക്സ് ഓക്സൺ. ചൈൽഡ്, ചിൽഡ്രൻ. അപ്പോൾ പ്ലൂറൽ ഫോം അറിയണം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ 20 ഏരിയ. വൊക്കാബുലറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന 20 ഏരിയയാണ്. 20 ഏരിയയിൽ, അതായത് ഓരോ ഏരിയയും കൃത്യമായി അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻറ്റണിംസ് ആയിരിക്കും. സിനണിംസ് ഉണ്ടാവും, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും, ഫ്രേസൽ വേർബ്സ് ഉണ്ടാവും, ഫോറിൻ വേർഡ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ഒരു 30ഓളം ക്ലാസ്സുകൾ നമ്മൾ എടുക്കും. അപ്പോൾ ഈ 30ഓളം ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു കോമ്പറ്റേറ്റീവ്, അതായത് LP UP പരീക്ഷ അതുപോലുള്ള പരീക്ഷകളൊക്കെ തന്നെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പോൾ സാധിച്ചിരിക്കണം. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് നേടുന്ന ഒരു ജോലിക്ക് അതിൻ്റെതായ ഒരു സൗന്ദര്യവും അതിൻ്റെതായ സംതൃപ്തിയും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മറ്റൊന്നും ആലോചിക്കാതെ ഇത് ജൂൺ 1 ഇന്ന് തന്നെ ആരംഭിക്കുക. ഈ ദിവസം മുതൽക്ക് പഠനം ആരംഭിക്കുക. എന്നിട്ട് പുതിയ അധ്യയന വർഷം തുടങ്ങുന്ന സമയമാണ്. എന്നിട്ട് ഏകദേശം ഡിസംബർ മാസം പരീക്ഷയ്ക്ക് കോൾ ഫോർ ചെയ്യും. അപ്പോൾ കോൾ ഫോർ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ 2-3 അല്ലെങ്കിൽ ഒരു മെയ് മാസമൊക്കെ ആകുമ്പോൾ പരീക്ഷ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഡ്യൂറേഷൻ ഉണ്ടാകുകയില്ല. പരീക്ഷ അങ്ങ് പ്രഖ്യാപിക്കും. ആ സമയത്ത് വേവലാതിപ്പെടേണ്ട. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷ്മമായി, വളരെ മെറ്റിക്കുലസായി, വളരെ സിൻസിയറായി, വളരെ ഓണസ്റ്റായി നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എല്ലാവിധ വിജയാശംസകളും നടന്നുകൊണ്ട് ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രൊഫ്സ്കെയിലിന് വേണ്ടി രാജേന്ദ്ര മാഷ്.